ലിബു കൂടി ചേരുന്നുണ്ട്. ലിബു, അങ്ങേറ്റം ദൗർഭാഗ്യകരമായ സംഭവമാണ് നിങ്ങൾക്കുണ്ടായത്. അത് കുഞ്ഞ് മരിച്ചു പോവുക എന്നുള്ളത് സംഭവിക്കാവുന്നതുമാണ്. അത് ഈ ഡോക്ടറുടെ പരിശോധനയിൽ വന്ന പിഴവാണ് അതിലേക്ക് നയിച്ചത് എന്ന സംശയമുണ്ടാവാനുള്ള കാരണം എന്താണ്? അതിനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഈ കഴിഞ്ഞ 16 എന്ന് വെച്ചാൽ വ്യാഴാഴ്ച ദിവസം ഈ പറഞ്ഞതുപോലെ അത് ഈ തൈക്കാട് ഹോസ്പിറ്റലാണ്, ട്രിവാൻഡ്രം തൈക്കാട് ഹോസ്പിറ്റലാണ്. നമുക്ക് കുട്ടികൾക്കും സ്ത്രീകൾക്കും വേണ്ടിയിട്ടുള്ള ഹോസ്പിറ്റലാണ് തൈക്കാട് ഹോസ്പിറ്റൽ. അപ്പം അവിടെയാണ് നമ്മൾ എൻ്റെ വൈഫിനെ കാണിച്ചുകൊണ്ടിരുന്നത്, പവിത്രയെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അന്നും പറഞ്ഞ പോലെ ഡോക്ടർ പറഞ്ഞ പ്രകാരം ചെക്കപ്പിന് ഞങ്ങൾ അതേ ദിവസം എത്തിയിരുന്നു, ഈ 16-ാം തീയതി വ്യാഴാഴ്ച രാവിലെ. അപ്പോൾ എത്തിയപ്പോൾ നമുക്ക് അതെ രാവിലെ എത്തിയിരുന്നു. അപ്പം അന്ന് അവിടെ അന്നത്തെ സ്കാനിങ് നമുക്ക് ആ ഹോസ്പിറ്റലായിരുന്നു പറഞ്ഞത്. അതിന് മുമ്പുള്ള സ്കാനിങ് പുറത്തായിരുന്നു. ഇപ്പം അന്നത്തെ ദിവസം സ്കാനിങ് നമുക്ക് ഡോക്ടർ പറഞ്ഞ പ്രകാരം നമ്മൾ തൈക്കാട് ഹോസ്പിറ്റൽ തന്നെ ചെയ്യാമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. അപ്പം നമ്മൾ ആ സ്കാനിങ്ങിൻ്റെ ഈ ഒരു കുറിപ്പടിയുമായിട്ട് നമ്മൾ സ്കാൻ ചെയ്യുന്നവരുടെ സമീപിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇതിനകത്ത് എമർജൻസി എന്ന് ഡോക്ടർ രേഖപ്പെടുത്തിയിട്ടില്ല. അപ്പം അതുകൊണ്ട് നിങ്ങൾക്കിപ്പോൾ ഇതിപ്പോൾ ചെയ്യാൻ പറ്റില്ല, ഇപ്പം ഈ സ്കാൻ ഇവിടെ ഈ സമയത്ത് ചെയ്യാൻ പറ്റില്ല, പിന്നീട് ഒരു ദിവസം, പിന്നെ 25 അങ്ങനെ എന്തോ ഒരു ഡേറ്റ് അവർ പറയുകയാണ് ചെയ്തത്. പിന്നീട് ചെയ്യാമെന്നുള്ള രീതിയിൽ നമ്മൾ മടക്കി അയച്ചു. അപ്പം നമ്മൾ ഈ കാര്യം നമ്മളെ ഈ ഡോക്ടറെ അറിയിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കത് പിന്നെ അടുത്ത ചെക്കപ്പിന് വരുമ്പോൾ നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പം നമ്മളാണ് അങ്ങോട്ട് ആവശ്യപ്പെട്ടത്, അയ്യോ അത് പറ്റില്ല, കുട്ടിയുടെ കാര്യമാണ്, നമ്മൾ വേണമെന്നുണ്ടെങ്കിൽ പുറത്ത് ചെയ്തോളാം എന്ന് പറഞ്ഞു. ഇതിന് മുമ്പുള്ള സ്കാനിങ് ഒക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം പുറത്ത് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പം ഡോക്ടർ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നിങ്ങളങ്ങനെ എന്നിട്ട് റിപ്പോർട്ട് കൊണ്ടുവന്ന് കാണിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അത് പ്രകാരം ഞങ്ങൾ തൈക്കാട് ഹോസ്പിറ്റലിൻ്റെ അടുത്തുള്ള DDRCയിൽ ഈ സ്കാനിങ്ങിന് പോവുകയും അവിടെ സ്കാൻ ചെയ്തപ്പോൾ ആ റിപ്പോർട്ട് പ്രകാരം ഒരു കുട്ടി ഫീറ്റൽ ഹൈഡ്രോപ്സ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം ചെറിയ രീതിയിൽ ഒരു നീർക്കെട്ട് പോലെ കാണിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ കുഴപ്പമില്ല, ചെറിയ രീതിയിൽ. അപ്പം പറഞ്ഞ് കുഴപ്പമില്ല, ഇത് അത്ര പേടിക്കേണ്ടതായിട്ടൊന്നുമില്ല, നിങ്ങളെ ഡോക്ടറെ കാണിച്ചാൽ മതി, ഇപ്പം ഡോക്ടർ എന്താണെന്നുള്ളത് അന്നേരം പറയുമെന്ന് പറഞ്ഞു. അപ്പോൾ എന്താണെന്നുള്ളത് അപ്പം അത് പ്രകാരം നമ്മൾ ഈ റിപ്പോർട്ട് നമ്മൾ അന്ന് തന്നെ ആ ഡോക്ടറെ കൊണ്ടുവന്ന് കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു എന്താണ് സംഭവിച്ചതെന്ന് ഇങ്ങോട്ട് ചോദിക്കണം. ഇതുവരെ കുഴപ്പമില്ല, കാര്യം അതുവരെ നമുക്ക് അതിന് മുൻപേ ഉള്ള ടെസ്റ്റുകളിലും സ്കാനിങ് റിപ്പോർട്ട് പ്രകാരം കുട്ടിക്ക് കറക്റ്റായിട്ടുള്ള ഗ്രോത്ത് ഉണ്ട്, എല്ലാ മാസത്തെ ആ കറക്റ്റായിട്ടുള്ള ഗ്രോത്ത് ഉണ്ട്, വെയിറ്റ് ഉണ്ട്, ഹാർട്ട് ബീറ്റ് ഉണ്ട്, ഇതെല്ലാം കറക്റ്റായിട്ട് നമ്മൾ ഓരോ സ്കാനിങ്ങിലും നമ്മളത് വിലയിരുത്തി പൊയ്ക്കൊണ്ടിരുന്നത് ഈ ഡോക്ടറെ കൊണ്ട് തന്നെ. അപ്പോൾ പെട്ടെന്ന് ഇതെന്താണ് സംഭവിച്ചെന്നുള്ളത് ഡോക്ടർ നമ്മളത് ഇങ്ങോട്ടാണ് ചോദിക്കുന്നത്, ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യം ഇങ്ങോട്ടാണ്. ഇപ്പം നമ്മൾ ചോദിച്ചത് ഡോക്ടറെ ഇതെന്താണെന്ന് ഡോക്ടറല്ലേ പറയേണ്ടത്. അപ്പം എന്നിട്ട് നിങ്ങൾ മടങ്ങി 16-ാം തീയതി രാത്രി ആകുമ്പോഴത്തേക്കാണ് ഈ പറഞ്ഞ കുഞ്ഞിന് അനക്കം എന്തോ പ്രശ്നമുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നു അല്ലേ? പിന്നെ വീണ്ടും ആശുപത്രിയിലേക്ക് പോകുന്നു. അതെ. അപ്പം നമുക്കിങ്ങനെ ഒരു 11 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഇതുപോലെ കുട്ടിയുടെ അമ്മയ്ക്ക് ഹലോ കേൾക്കുന്നുണ്ട്? കേൾക്കാം ലിബു, പറഞ്ഞോളൂ. കേൾക്കുന്നുണ്ട്. അപ്പം കുട്ടി ഇതുപോലെ അമ്മയ്ക്ക് ഇതുപോലെ കുട്ടിക്ക് അതുവരെ നല്ല അനക്കമൊക്കെ ഉണ്ടായിരുന്നു, എപ്പോഴും ആക്റ്റീവായിട്ടൊരു കുഞ്ഞായിരുന്നു. അപ്പം എപ്പോഴും അനങ്ങിക്കൊണ്ടിരുന്ന കുഞ്ഞ് പെട്ടെന്ന് ഈ അനക്കം ഇല്ലാത്തൊരവസ്ഥ വന്നപ്പോൾ നമ്മളോട് പറഞ്ഞു. അപ്പം അങ്ങനെ ഒരു ഇത് വന്നപ്പോഴത്തേക്ക് നമ്മൾ സ്വാഭാവികമായിട്ടും ചെയ്യുന്ന രീതിയിൽ നമ്മൾ ഡോക്ടറെ എപ്പം വേണമെങ്കിലും വിളിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഡോക്ടറെ നമ്പർ തന്നിട്ടുണ്ടായിരുന്നു. ഡോക്ടറെ നമ്പറിൽ വിളിച്ചപ്പോൾ ഡോക്ടർ കോൾ അറ്റൻഡ് ചെയ്തില്ലെന്ന് മാത്രമല്ല, രണ്ടാമത് വിളിച്ചപ്പം കോൾ കട്ട് ചെയ്ത് വിടുകയാണ് ചെയ്തത്. 11 മണിക്ക് ശേഷം ആയതുകൊണ്ടായിരിക്കാം, ചിലപ്പോൾ അവർ ഉറങ്ങിയത് അതെനിക്കറിയത്തില്ല എന്താണെന്ന് സംഭവം. അപ്പം നമ്മളവിടെ ടൈം ഒട്ടും വേസ്റ്റ് ചെയ്യാതെ കാറും എടുത്ത് നമ്മൾ ഒരു സിസേറിയനായിരുന്നു പറഞ്ഞിരുന്നത്. ഇപ്പോൾ ഈ ജൂൺ മാസം 4-ാം തീയതി സിസേറിയനായിരുന്നു ഈ ഡോക്ടർ പറഞ്ഞിരുന്നത്. സിസേറിയൻ ചെയ്യാമെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ പൂർണ്ണ ഗർഭിണിയാണ്. അപ്പം നമ്മൾ വേറെ ഒന്നും നോക്കാതെ നമുക്ക് ഈ അനക്കമില്ലാത്തൊരവസ്ഥയാണല്ലോ. അപ്പം നമ്മൾ പെട്ടെന്ന് കാറും എടുത്ത് നേരെ ഇനി സിസേറിയൻ ചെയ്യുകയാണെങ്കിൽ അതിനുള്ള ഒരു ഒരുക്കത്തോടു കൂടിയാണ് നമ്മൾ ഈ ഹോസ്പിറ്റലിലേക്ക് എത്തുന്നത്, തൈക്കാട് ഹോസ്പിറ്റലിലേക്ക് എത്തുന്നത്. ഹോസ്പിറ്റലിലെത്തി അവിടെ കാഷ്വാലിറ്റിയിൽ നമ്മൾ അന്നേരം ആ സമയത്തുണ്ടായിരുന്ന ഡ്യൂട്ടി ഡോക്ടർമാർ 2 പേരുണ്ടായിരുന്നു. അവരെ കാണിച്ചപ്പോൾ അവർ വളരെ നിസ്സാരമായിട്ടാണ് പരിശോധിച്ചിട്ട് അവർ പറഞ്ഞത് ഇതിപ്പം കുഴപ്പമൊന്നുമില്ല, കുട്ടി ഉറങ്ങുകയായിരിക്കും, നിങ്ങൾക്ക് നേരത്തെ ഒരു കുട്ടി ഉള്ളതല്ലേ, അപ്പം നിങ്ങൾക്കറിയത്തില്ല, മുമ്പ് പ്രസവിച്ചിട്ടുള്ളതല്ലേ, അപ്പം നിങ്ങൾക്കറിയില്ലേ അത് കുട്ടി ഉറങ്ങിയാണെങ്കിൽ എങ്ങനെയാണ് അനങ്ങുന്നത്, ഇപ്പം പരിശോധനയിൽ കുഴപ്പമൊന്നുമില്ലെന്ന് ഉള്ള രീതിയിൽ വളരെ നിസ്സാരമായിട്ട് പറയും. അപ്പം ഈ ഒരു കാര്യം നമ്മൾ ഈ സ്കാനിങ്ങിൽ കണ്ടൊരു ചെറിയൊരു ഇതുപോലൊരു
ഹൈഡ്രോപ്സിൻ്റെ കാര്യം നമ്മൾ അന്നേരം അവിടെ പറഞ്ഞിരുന്നു, വൈഫ് പറഞ്ഞിരുന്നു. ഇങ്ങനൊരു ഇന്നത്തെ സ്കാൻ ചെയ്തപ്പോൾ ഇങ്ങനൊരു ചെറിയൊരു രീതിയിൽ കാണിച്ചായിരുന്നു. അപ്പം അതുകൊണ്ട് നമുക്കൊരു ചെറിയ പേടിയുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു അത് കുഴപ്പമൊന്നുമില്ല, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, നിങ്ങൾ പൊയ്ക്കോ. കുഞ്ഞ് ഉറങ്ങുകയാണ്, നിങ്ങളെന്തിനാണ് ഇങ്ങനെ പേടിക്കുന്നത്, കുഞ്ഞ് ഉറങ്ങാൻ നിങ്ങൾ സമ്മതിക്കത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു തമാശ, ഒരു പരിഹാസ രൂപേണയാണ് സംസാരിച്ചത്. അപ്പം നമ്മളൊരു ഡോക്ടർ ഇത്ര സിമ്പിളായിട്ട് പറയുമ്പം സ്വാഭാവികമായിട്ടും നേരത്തെ ഡോക്ടർ മോഹൻദാസ് പറഞ്ഞിരുന്നു ഡോക്ടറിനോടുള്ളൊരു വിശ്വാസം, ആ വിശ്വാസം തന്നെയാണ് നമ്മൾ അവിടെ കാണിച്ചത്. നമ്മൾ ഡോക്ടർമാർ പറയുമ്പോൾ നമ്മൾ അതിൽ കൂടുതൽ വേറെ ഒന്നും ആലോചിക്കേണ്ട കാര്യമില്ല. അപ്പം നമ്മൾ ആ ധൈര്യത്തോടെ തിരിച്ചു പോയാണ് ഉണ്ടായത്. പിറ്റേ ദിവസം രണ്ടാമത് സ്കാൻ ചെയ്യാൻ നമ്മുടെ ഡോക്ടർ പറഞ്ഞിരുന്നു ഇത് കറക്റ്റാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് വേറൊരു സ്കാൻ സെൻറ്റർ, ടിഫ സ്കാൻ സെൻറ്റർ എന്ന് പറഞ്ഞൊരു സ്കാൻ സെൻറ്റർ ഇപ്പം ഇതിനടുത്ത് തന്നെയാണ്, റിയാസിയുടെ തൊട്ടടുത്ത് തന്നെയാണ്. അപ്പോൾ അവിടെ ഒന്നുകൂടെ ചെയ്ത് നോക്കാൻ പറഞ്ഞിരുന്നു. അപ്പം നമ്മൾ ഇത് പ്രകാരം നമ്മൾ പിറ്റേ ദിവസം രാവിലെ ഈ സ്കാൻ ചെയ്യാൻ എത്തിയപ്പോൾ ആ സ്കാൻ ചെയ്തപ്പോഴാണ് കുട്ടിക്ക് ഹൃദയമിടിപ്പില്ല, ഹാർട്ട് ബീറ്റ് നിലച്ചതായിട്ട്. അതുകൊണ്ടാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ആരോഗ്യ മേഖല മൊത്തം പ്രശ്നമാണെന്ന് പറയലല്ല, എല്ലാ ഡോക്ടർമാരും പ്രശ്നക്കാരാണെന്ന് പറയലല്ല, പക്ഷേ അവർക്കിടയിൽ ഇത്തരം പ്രശ്നമുണ്ട്. ഇപ്പോൾ ലിബു തന്നെ പറയുന്നത് പ്രകാരം അന്ന് രാത്രി ഒരു കൃത്യമായ പരിശോധന നടന്നിരുന്നെങ്കിൽ ആ കുഞ്ഞിൻ്റെ ജീവൻ്റെ കണിക അവിടെ ഉണ്ടായിരുന്നു, ഒരുപക്ഷെ രക്ഷിച്ചെടുക്കാൻ കഴിയാമായിരുന്നു എന്ന നിരാശയാണ് ഇപ്പോൾ ലിബു പങ്കുവയ്ക്കുന്നത്. അപ്പോൾ അത് ആ പ്രശ്നപരിഹാരത്തിന് പകരം ആരോഗ്യ മേഖല ഒന്നും പറഞ്ഞേക്കരുത് എന്ന രാഷ്ട്രീയ പ്രസ്താവന അല്ല വേണ്ടത്, തിരുത്താനുള്ള, നേരത്തെ ഡോക്ടർ മോഹൻദാസ് നായർ പറയുന്നത് പോലെ തിരുത്താനുള്ള ക്രിയാത്മക ചർച്ചകളാണ്.